ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻഡായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 201 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 17,132-ലും, സെൻസെക്സിൽ 662 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 57,552-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 77 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 36,424-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 17,000 എന്നുള്ളൊരു മാർക്കിനെ ക്രോസ് ചെയ്താണ് ഇന്ന് എൻഡായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വളരെ നല്ലൊരു റാലികളാണ് കണ്ടുവരുന്നത്. ഇനി ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ മീഡിയ സെക്ടർ മാത്രമായിരുന്നു ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ പോസിറ്റീവിലായിരുന്നു. അതിൽ തന്നെ മെറ്റൽ, IT സെക്ടറായിരുന്നു ടോപ്പ് ഗെയിനേഴ്സായിട്ട് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 42 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 8 സ്റ്റോക്കുകളായിരുന്നു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡിലേക്കാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ എയർടെൽ, ബജാജ് ഫിനാൻസ്, ഹിൻഡാൽകോ, ഐഷർ മോട്ടോഴ്സ്, ശ്രീ സിമൻസ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ടും സ്മോൾ ക്യാപ്പിൽ 0.68% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് ഏകദേശം 21,000 കോടി ഫണ്ട് റൈസ് പ്ലാൻ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പേ. അപ്പോൾ ആ ഒരു ന്യൂസിനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിൻ്റെ സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു റാലികളാണ് തുടർച്ചയായിട്ട് കണ്ടുവരുന്നത് 2 ദിവസങ്ങളിലായിട്ട്. ഇനി അത് മാത്രമല്ല, വിവിധ ബ്രോക്കറേജ് ഫേമുകളും ഈ എയർടെലിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബൈ ടാർഗറ്റ്, നല്ലൊരു റേറ്റിംഗ് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എയർടെലിൻ്റെ സ്റ്റോക്കിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ SGX നിഫ്റ്റിയൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. തുടർന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടിരുന്നത് എങ്കിലും പിന്നീട് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു ഗെയിനോടുകൂടി നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് 17,000 ക്രോസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എൻഡായിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുള്ളിഷ് റാലികളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ള ഒരു കൺസോളിഡേഷൻ റേഞ്ചിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലുകൾ 2 ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയിൽ കണ്ടുവരുന്നു. ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളൊരു ഇത് മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. എന്നിരുന്നാലും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് ഇപ്പോൾ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം GDP ഡാറ്റ, ഏപ്രിൽ-ജൂൺ ക്വാർട്ടറിൻ്റെ GDP ഡാറ്റയോടായിരിക്കും മാർക്കറ്റ് ആദ്യം പ്രതികരിക്കാൻ പോകുന്നത്. ഏപ്രിൽ-ജൂൺ ക്വാർട്ടറിലെ GDP ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 20% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, നാളെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഓട്ടോ കമ്പനികളുടെ സെയിൽസ് ഡാറ്റയും പബ്ലിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 2 ന്യൂസുകളായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു 2 വാർത്തകളായിരിക്കും പ്രധാനമായിട്ടും നാളത്തെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് നിലനിൽക്കുന്നത്. ഇനി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്നൊരു ഒരു സൈഡ് വേ റാലികളായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. റേഞ്ച് ബൗണ്ടറായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി മുഴുവനായിട്ട് നിന്നത്. ഒരു ഇൻഡിസിസീവ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി 36,555 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല 36,210 അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലേക്ക് ബാങ്ക് നിഫ്റ്റി എൻ്റർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലെവലിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള ഒരു സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് ഇപ്പോൾ കാണാനുള്ളത്. FTSE 44 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. SGX നിഫ്റ്റി 32 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നുണ്ട്. SGX നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നിഫ്റ്റിയോട് സിങ്കായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 32 പോയിൻറ്റ്സ് ഡൗണിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലും പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ നാളത്തെ ചെറിയൊരു കൂൾ ഓഫിനുള്ളൊരു സാധ്യതകളായിരിക്കും പ്രൊഡിക്റ്റ് ചെയ്യുക. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റിയുടെ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ ഗോൾഡിൻ്റെ പ്രൈസിൽ ഇന്നൊരു ഡിക്ലൈൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ലൊരു തിരിച്ചുവരവ് കണ്ടു. 26 പൈസ ഉയർന്ന് 73-ലാണ് ട്രേഡ് എൻഡായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 ദിവസങ്ങളിലായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബൈയിങ് മോഡിലാണ് കാണാനുള്ളത്. ഇന്ന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ 3,881 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 1,872 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഇന്നത്തെ ഒരു ഡാറ്റയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3,000 കോടിക്ക് അടുത്തുള്ള ഒരു നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് ഈ ഒരു മാസം മുഴുവനായിട്ടും.
എന്നിരുന്നാലും വലിയ രീതിയിലുള്ളൊരു വിത്ഡ്രോവലിലേക്ക് ഈ ഒരു മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ FII പോയതായിട്ട് കാണുന്നില്ല, ആവറേജ് എടുത്തു കഴിഞ്ഞാൽ. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 8,000 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, 7,000 സംതിങ് കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു മാസം മുഴുവനായിട്ടും ക്യാഷ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ചും നാളെ അടുത്തൊരു സീസൺ ആരംഭിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അടുത്ത മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർബോറണ്ടം യൂണിവേഴ്സലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കണ്ടുവരുന്നു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്നും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ ഇനിയും തുടരുക. അടുത്ത എൻട്രികൾ നമുക്ക് 842-43 മുകളിലേക്ക് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എൻട്രികൾക്കുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. എന്തായാലും RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കറക്ഷനുള്ള സാധ്യതകൾ നമുക്ക് കാർബോറണ്ടം യൂണിവേഴ്സലിൽ പ്രതീക്ഷിക്കാം. ഇനി ഡാബറിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചിൻ്റെ ഹൈ റേഞ്ചിൻ്റെ ഹൈ പ്രീവിയസ് ഹൈയുടെ അടുത്ത് വരെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു എൻട്രികൾ അല്ലെങ്കിൽ ഇനിയൊരു റാലികൾ തുടരണമെന്നുണ്ടെങ്കിൽ 623 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. അടുത്ത എൻട്രികൾ ഇനിയൊരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം, ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി LIC ഹൗസിംഗ് ഫിനാൻസിൽ വീണ്ടും ചെറിയ രീതിയിലുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലുകൾ വീണ്ടും തീർച്ചയായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻട്രികൾ എടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലുകളിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു എൻട്രികളൊക്കെ ഏകദേശം 406 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൈറ്റ്സിൻ്റെ സ്റ്റോക്കിലും വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലുകളാണ് കാണാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ വരും ദിവസങ്ങളിലൊന്ന് ട്രാക്ക് ചെയ്യുക. ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. അപ്പോൾ ഇന്നും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് എൻ്റെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് 277 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് 285 പിന്നെ അതേപോലെ തന്നെ 300 ആ ഒരു റേഞ്ചിനടുത്തേക്കുള്ള റാലികൾ നമുക്ക് റൈറ്റ്സിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകളാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല IT സെക്ടർ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മോഡിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇനിയൊരു റാലികളുടെ സാധ്യതകൾ പ്രതീക്ഷിക്കാം. ഒരു 1194 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള റാലിക്കുള്ള സാധ്യതകൾ HCL ടെക്നോളജീസിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റാലികൾ തുടരുകയാണ് എങ്കിൽ 96, 97 ഈ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ നാഷണൽ അലുമിനിയത്തിൽ പ്രതീക്ഷിക്കാം. എയർടെലിൻ്റെ സ്റ്റോക്കിനെ പറ്റി പറയേണ്ടതില്ല. ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ടായിരുന്നു ഇവിടെ നിന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് 2 ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത്. വോളിയത്തിൽ നല്ല വർധനവുണ്ട്. മാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി വീണ്ടും 668, 669 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ എയർടെലിൽ നാളെയും ഒരു പോസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാനുണ്ട്. ബുള്ളിഷ് റിവേഴ്സൽ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാലികൾ തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഹൈ ഏകദേശം 2776, 777 ഈ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് ഐഷർ മോട്ടോഴ്സിലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹിൻഡാൽക്കോ, ബെർജർ പെയിൻസ് ഈ ഒരു 2 സ്റ്റോക്കുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് കാണാനുള്ളത്. ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് എൻ്റെ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 473 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഹിൻഡാൽക്കോയിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. മെറ്റൽ സെക്ടറിൻ്റെ ട്രെൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് മൂവുകളാണ് 2-3 ദിവസങ്ങളായിട്ട് കാണാനാനുള്ളത്. അപ്പോൾ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനൊക്കെ ശേഷം നല്ല 2 ബുള്ളിഷ് ക്യാൻഡിലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിരിക്കുന്നു. വോളിയത്തിലൊരു വർധനവുണ്ട്. ഇനി 823 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി നമുക്ക് ബർജർ പെയിൻസിലും നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ SRFനെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും 1:4, അതായത് ഒരു ഷെയർ കയ്യിലുണ്ട് എങ്കിൽ 4 ബോണസ് ഷെയർ എന്ന രീതിയിൽ ഒരു അപ്രൂവൽ, ബോണസ് ഇഷ്യൂവിനുള്ളൊരു അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് എൻഡാവുകയാണ് ഉണ്ടായത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 4.39% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 17% ഗെയിനും ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി ശില്പ മെഡിക്കെയറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ DCGIൻ്റെ ഭാഗത്തു നിന്നും 2D2G കൊറോണയ്ക്കുള്ളൊരു ഓറൽ വാക്സിനാണ്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാനുള്ളൊരു അപ്രൂവൽ അവർക്ക് കിട്ടിയിരിക്കുന്നു.
തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം 0.75% ഗെയിൻ കാണാനായിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 8.71% ലോസാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി L&Tയെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരാഖണ്ഡിലുള്ള അവരുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് അതിൽ 100% സ്റ്റേക്കും ഡൈവെസ്റ്റ് ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 0.73% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 4.42% ഗെയിനും ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ട് ഉണ്ടായിരുന്നു. ഇനി ഗ്ലോബസ് സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു കപ്പാസിറ്റി അഡീഷൻ പുതിയ ക്യാപെക്സ് പ്ലാനൊക്കെ ഇവർ വീണ്ടും അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ളൊരു കപ്പാസിറ്റി അഡീഷൻ, അതുമാത്രമല്ല ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ട് എന്നുള്ള ഡാറ്റകളൊക്കെ ഈ ഒരു സ്റ്റോക്കിനെ നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 3.88% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 36% ഗെയിനും ഗ്ലോബസ് സ്പിരിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ആപ്ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പുതിയ ഒരു ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോം കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത ഈ കമ്പനിക്ക് എന്നൊരു പോസിറ്റീവായിട്ടാണ് നിലനിന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 5.62% ഗെയിനും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.